കോട്ടപ്പടി പുല്ലുവഴിച്ചാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സംഭവസ്ഥലം സന്ദർശിച്ചു. കർഷകർക്ക് സംഭവിച്ച നഷ്ടത്തിന് തക്ക നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടപ്പടി പഞ്ചായത്തിലെ പുല്ലുവഴിച്ചാൽ പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രദേശത്തേക്ക് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസികളായ പൊലിയക്കുടി പൗലോസിന്റെയും കുര്യാച്ചിന്റെയും ഉടമസ്ഥതയിലുള്ള കൃഷിയിടങ്ങളിൽ കയറി ഏകദേശം 200ഓളം വാഴകൾ നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്ത് 4-ാം വാർഡിൽ പുല്ലുവഴിച്ചാൽ എന്റെ സ്വന്തമായ കൃഷിയിടത്തിൽ 250ഓളം വാഴ വെച്ചതിൽ 200ഓളം ഈ കഴിഞ്ഞ രാത്രി വന്ന ആന കൂട്ടത്തോടെ വന്ന് ആന നശിപ്പിച്ചു. അതിന് എനിക്ക് ഭീമമായ നഷ്ടമുണ്ട്. കൃഷി എടുക്കാറായ കൊലകളാണ് ആന നശിപ്പിച്ചത്. ഭീമമായ നഷ്ടമുണ്ട്. അത് സർക്കാർ അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സംഭവസ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും വന്യജീവി ആക്രമണ ഭീഷണിയിൽ നാട്ടുകാർ ഭീതിയോടെ കഴിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടപ്പടി പഞ്ചായത്തിലെ പുല്ലുവഴിച്ചാലിൽ ഇന്ന് വെളുപ്പിന് കാട്ടാന ഏതാണ്ട് 200ഓളം വാഴകൾ നശിപ്പിച്ചിരിക്കുകയും വിളവെടുപ്പിന് പാകമായ കുലകളാണ് ഈ ആനകൾ നശിപ്പിച്ചിരിക്കുന്നത്. 250 വാഴകളാണ് പ്രിയപ്പെട്ട പൗലോസും അതോടൊപ്പം തന്നെ കുര്യാക്കോസും ഇവിടെ കൃഷി ചെയ്തത്. അതിൽ തന്നെയാണ് 200ഓളം വാഴകൾ നശിപ്പിക്കപ്പെട്ടത്. വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഈ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകുവാൻ, നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ മുന്നോട്ട് വരണം. ഈ കോട്ടപ്പടി പഞ്ചായത്തിന്റെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ മേഖലയിലും കാട്ടാന ശല്യം രൂക്ഷമായി മാറിയിരിക്കുകയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് 2000 ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്ത സ്ഥലമാണ് നശിപ്പിച്ചത്. എല്ലാ തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോട്ടപ്പടി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പോകേണ്ടി വന്നിരിക്കുകയും വാസസ്ഥലം ഉപേക്ഷിച്ച് കൃഷിസ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കോട്ടപ്പടി പഞ്ചായത്തിൽ ഉള്ളത്. ആറാട്ടിയെ നിയോഗിച്ചു എങ്കിൽ പോലും ഫലപ്രദമല്ല ആറാട്ടിയുടെ സേവനം. ഇവിടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആറാട്ടിയും കാണിക്കുന്നത്. കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ വനവകുപ്പും സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർക്ക് സംഭവിച്ച നഷ്ടത്തിന് തക്ക നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MK വേണു, പഞ്ചായത്ത് മെമ്പർ പ്രിയ സാബു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മീഡിയ 60 കോതമംഗലം.